നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളുടെ പരാജയങ്ങൾക്ക് കാരണം നിങ്ങളെ നേരിട്ട് എതിർക്കുന്ന ശത്രുക്കളാണെന്നാണോ? എങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ആചാര്യ ചാണക്യൻ തന്റെ നീതിശാസ്ത്രത്തിൽ ഒരു വലിയ സത്യം വെളിപ്പെടുത്തുന്നുണ്ട്. നേരിട്ടുള്ള ശത്രുവിനേക്കാൾ 10 ഇരട്ടി അപകടകാരിയാണ് നിങ്ങളുടെ വളർച്ച കണ്ട് അസൂയപ്പെടുന്നവരുടെ ആ കണ്ണേറ്. ആയുധം കൊണ്ട് ഏൽക്കുന്ന മുറിവുണങ്ങിയേക്കാം, എന്നാൽ മറ്റൊരാളുടെ ദോഷദൃഷ്ടി നിങ്ങളുടെ ഭാഗ്യത്തെയും സമാധാനത്തെയും എന്നേക്കുമായി കരിച്ചു കളയാം. നിങ്ങളുടെ തകർച്ചയ്ക്ക് പിന്നിലെ ആ അദൃശ്യ ശക്തിയെ എങ്ങനെ തിരിച്ചറിയാം? അതെങ്ങനെ ഭസ്മമാക്കാം? ഇന്നത്തെ വീഡിയോയിൽ നാം ചർച്ച ചെയ്യുന്നത് അതീവ ഗൗരവമുള്ള ഈ വിഷയമാണ്. നമസ്കാരം, ചാണക്യ മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ജീവിതത്തിൽ നിങ്ങൾ നേടുന്ന ഓരോ വിജയവും നിലനിർത്താനും ശത്രുദോഷങ്ങളിൽ നിന്നും കണ്ണീരിൽ നിന്നും നിങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കാനും സഹായിക്കുന്ന ചാണക്യ തന്ത്രങ്ങളാണ് നാം ഈ ചാനലിലൂടെ പങ്കുവയ്ക്കുന്നത്. ഇതുപോലുള്ള കരുത്തുറ്റ അറിവുകളും പോസിറ്റീവ് എനർജി നൽകുന്ന വീഡിയോകളും മുടങ്ങാതെ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ഇപ്പോൾ തന്നെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. നിങ്ങളുടെ ഓരോ സപ്പോർട്ടും ഈ ചാനലിനെ കൂടുതൽ ഉയരങ്ങളിൽ എത്തിക്കാൻ സഹായിക്കും. നമുക്ക് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. ശത്രുവും കണ്ണീറും തമ്മിലുള്ള വ്യത്യാസം. ആചാര്യ ചാണക്യൻ തന്റെ ശിഷ്യന്മാരെ എപ്പോഴും ഒരു കാര്യം ഓർമ്മിപ്പിക്കാറുണ്ട്. നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ശത്രുവിനേക്കാൾ 10 ഇരട്ടി അപകടകാരിയാണ് നിങ്ങളുടെ പുഞ്ചിരി കണ്ട് ഉള്ളുപുകയുന്നവർ. ഒരു ശത്രു നിങ്ങളെ നേരിട്ടാണ് ആക്രമിക്കുന്നത്. അവൻ പടവാളും ആയുധവുമായി നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ അവനെ നേരിടാനും പ്രതിരോധിക്കാനും നിങ്ങൾക്ക് സമയം ലഭിക്കും. അവന്റെ നീക്കങ്ങൾ നിങ്ങൾക്ക് പ്രവചിക്കാൻ സാധിക്കും. എന്നാൽ കണ്ണേറ് അഥവാ ദൃഷ്ടിദോഷം അങ്ങനെയല്ല. അത് അതീവ നിശബ്ദമാണ്, അദൃശ്യമാണ്. നിങ്ങൾ ഒരു പുതിയ വീട് പണിയുമ്പോഴോ ബിസിനസ്സിൽ വലിയൊരു ലാഭമുണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലെ സമാധാനപരമായ അന്തരീക്ഷം കാണുമ്പോഴോ മറ്റൊരാളുടെ ഉള്ളിലുണ്ടാകുന്ന ചെറിയൊരു അസൂയ മതി നിങ്ങളുടെ പോസിറ്റീവ് പ്രഭാവലയത്തിൽ വിള്ളലുകൾ വീഴ്ത്താൻ. ചാണക്യനീതി പ്രകാരം ശത്രുവിന്റെ ആയുധം ശരീരത്തെയാണ് മുറിവേൽപ്പിക്കുന്നതെങ്കിൽ അസൂയയുള്ളവന്റെ നോട്ടം നിങ്ങളുടെ ഭാഗ്യത്തെയാണ് കരിച്ചു കളയുന്നത്. പലപ്പോഴും നമ്മൾ വിചാരിക്കും നമുക്ക് ശത്രുക്കളില്ല എന്ന്. എന്നാൽ ചാണക്യൻ പറയുന്നു, വിജയിക്കുന്നവന് ശത്രുക്കൾ ഉണ്ടാകുക എന്നത് സ്വാഭാവികമാണ്. എന്നാൽ ആ ശത്രുത പലപ്പോഴും അസൂയയുടെ രൂപത്തിൽ കണ്ണുകളിലൂടെയാണ് പുറത്തേക്ക് വരുന്നത്. ഈ അദൃശ്യവിഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടക്കാതിരിക്കണമെങ്കിൽ ശത്രുവിനെ നേരിടുന്നതിനേക്കാൾ വലിയ തന്ത്രം നിങ്ങൾ പ്രയോഗിക്കേണ്ടതുണ്ട്. ആ തന്ത്രം എന്താണെന്ന് നാം അടുത്ത ഭാഗങ്ങളിൽ വെളിപ്പെടുത്തുന്നു. നിങ്ങളുടെ ജീവിതത്തിന് ചുറ്റും ആർക്കും തകർക്കാൻ കഴിയാത്ത ഒരു സുരക്ഷിത കവചം പ്രപഞ്ചം തീർക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ആ ദൈവികമായ സംരക്ഷണത്തിനായി ഇപ്പോൾ തന്നെ താഴെ കമന്റ് ബോക്സിൽ ഐ എം പ്രൊട്ടക്റ്റഡ് എന്ന് ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ ഓരോ പോസിറ്റീവ് വാക്കുകളും നിങ്ങളെ എല്ലാ തിന്മകളിൽ നിന്നും കാത്തുരക്ഷിക്കും. എന്തുകൊണ്ടാണ് ശത്രുവിന്റെ ആയുധത്തെക്കാൾ നാം കണ്ണീറിനെ ഭയപ്പെടേണ്ടത്? ആചാര്യ ചാണക്യൻ ഇതിനെ അതീവ കൃത്യതയോടെ വിശദീകരിക്കുന്നുണ്ട്. ഒരു മനുഷ്യന്റെ മനസ്സിലുണ്ടാകുന്ന ചിന്തകൾ അവന്റെ കണ്ണുകളിലൂടെയാണ് പുറത്തേക്ക് പ്രവഹിക്കുന്നത്. ചാണക്യൻ പറയുന്നു, മനസ്സിലെ വിഷം വാക്കുകളേക്കാൾ വേഗത്തിൽ കണ്ണുകളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ശാസ്ത്രീയമായി പറഞ്ഞാൽ ഓരോ വ്യക്തിയും ഓരോ ഊർജ്ജ തരംഗങ്ങളാണ് പുറപ്പെടുവിക്കുന്നത്. നിങ്ങൾ വിജയങ്ങൾ കൊയ്യുമ്പോൾ നിങ്ങളെ സ്നേഹിക്കുന്നവർ പോസിറ്റീവ് തരംഗങ്ങൾ നൽകുമ്പോൾ അസൂയയുള്ളവർ പുറപ്പെടുവിക്കുന്നത് അതീവ അപകടകാരിയായ നെഗറ്റീവ് തരംഗങ്ങളാണ്. ഈ തരംഗങ്ങൾ നിങ്ങളുടെ ശരീരത്തിലെ പോസിറ്റീവ് എനർജിയെ ആഗിരണം ചെയ്യുകയും നിങ്ങളുടെ ചിന്താഗതിയെ തളർത്തുകയും ചെയ്യുന്നു. പലപ്പോഴും അകാരണമായി ഉണ്ടാകുന്ന തലവേദന, അലസത, പെട്ടെന്നുണ്ടാകുന്ന സാമ്പത്തിക തകർച്ച എന്നിവയെല്ലാം ഇത്തരം നോട്ടവിഷം മൂലമാകാം. ചാണക്യനീതി പ്രകാരം ശത്രുവിനെ നേരിടാൻ നിങ്ങൾക്ക് ആയുധം ഉപയോഗിക്കാം. എന്നാൽ ഇത്തരം സൂക്ഷ്മമായ ഊർജ്ജ തരംഗങ്ങളെ നേരിടാൻ നിങ്ങളുടെ ആന്തരിക ശക്തിയും ചില ചാണക്യ തന്ത്രങ്ങളും മാത്രമേ സഹായിക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാവിധ നെഗറ്റീവ് തരംഗങ്ങളെയും ദൂരീകരിക്കാനും പ്രപഞ്ചത്തിന്റെ പോസിറ്റീവ് എനർജി നിങ്ങളിൽ നിറയാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ആ മാറ്റത്തിനായി ഇപ്പോൾ തന്നെ താഴെ കമന്റ് ബോക്സിൽ ഐ എം വൈബ്രന്റ് എന്ന് ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ ഓരോ പോസിറ്റീവ് അഫർമേഷനും നിങ്ങളുടെ ഊർജ്ജത്തെ ശുദ്ധീകരിക്കും. ശത്രുക്കൾക്ക് നിങ്ങളെ തകർക്കണമെങ്കിൽ നിങ്ങളുടെ ശക്തിയും ബലഹീനതയും അവർ അറിയണം. എന്നാൽ കണ്ണേറ് നിങ്ങളെ ബാധിക്കുന്നത് നിങ്ങളുടെ സന്തോഷം അവർ അറിയുമ്പോഴാണ്. അതുകൊണ്ട് ചാണക്യൻ നിർദ്ദേശിക്കുന്ന ഏറ്റവും വലിയ പ്രതിരോധ തന്ത്രമാണ് മൗനം. ആചാര്യൻ പറയുന്നു, ഒരു പുതിയ സംരംഭം തുടങ്ങുമ്പോഴോ വലിയൊരു നേട്ടം കൈവരിക്കുമ്പോഴോ അത് പൂർണ്ണതയിലെത്തുന്നതുവരെ പുറം ലോകത്തെ അറിയിക്കാതിരിക്കുക. പലപ്പോഴും നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ അബദ്ധം നമ്മുടെ വിജയങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെയോ മറ്റോ അമിതമായി പ്രദർശിപ്പിക്കുന്നു എന്നതാണ്. നിങ്ങൾ പ്രകടിപ്പിക്കുന്ന ഓരോ സന്തോഷവും മറ്റൊരാൾക്ക് അസൂയയ്ക്കുള്ള ഇന്ധനമാകാം. ചാണക്യനീതി പ്രകാരം ഒരു വിത്ത് മണ്ണിൽ ഒളിച്ചിരുന്നാലേ അത് മരമായി വളരൂ. അതുപോലെ നിങ്ങളുടെ ലക്ഷ്യങ്ങളും വിജയങ്ങളും രഹസ്യമായി സൂക്ഷിക്കുക. നിങ്ങൾ എത്രത്തോളം മൗനം പാലിക്കുന്നുവോ അത്രത്തോളം ദോഷദൃഷ്ടികൾ നിങ്ങളിൽ നിന്ന് അകന്നു നിൽക്കും. ശത്രുവിനെ അറിവുകൊണ്ട് തോൽപ്പിക്കാം, എന്നാൽ കണ്ണേറിനെ നിങ്ങൾക്ക് തോൽപ്പിക്കാൻ കഴിയുന്നത് നിങ്ങളുടെ വിവേകപൂർണമായ മൗനം കൊണ്ട് മാത്രമാണ്. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ തടസ്സമില്ലാതെ പൂർത്തിയാകാനും മറ്റുള്ളവരുടെ ദോഷദൃഷ്ടികളിൽ നിന്ന് നിങ്ങളുടെ വിജയങ്ങൾ സംരക്ഷിക്കപ്പെടാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ആ ആത്മബലത്തിനായി ഇപ്പോൾ തന്നെ താഴെ കമന്റ് ബോക്സിൽ ഐ എം വൈസ് എന്ന് ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ വിവേകം നിങ്ങളെ എല്ലാ തിന്മകളിൽ നിന്നും കാത്തുരക്ഷിക്കും. ശത്രുക്കളെക്കാൾ കണ്ണേറ് അപകടകരമാകാൻ മറ്റൊരു പ്രധാന കാരണമുണ്ട്.
നിങ്ങളുടെ ശത്രുവിനെ നിങ്ങൾക്ക് തിരിച്ചറിയാം, എന്നാൽ കണ്ണേറ് പലപ്പോഴും വരുന്നത് നിങ്ങളുടെ ഏറ്റവും അടുത്ത വൃത്തങ്ങളിൽ നിന്നായിരിക്കും. ചാണക്യൻ തന്റെ നീതിശാസ്ത്രത്തിൽ വ്യക്തമായി പറയുന്നു, അമിതമായി വിശ്വസിക്കുന്ന സുഹൃത്ത് പോലും ചിലപ്പോൾ നിങ്ങളുടെ വളർച്ചയിൽ അസൂയ പൂണ്ടേക്കാം. നിങ്ങൾ നേടുന്ന വിജയങ്ങൾ ആഘോഷിക്കാൻ നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർ എല്ലാവരും നിങ്ങളുടെ അഭ്യുദയകാംക്ഷികളായിരിക്കണം എന്നില്ല. അവരുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ചെറിയൊരു അല്ലെങ്കിൽ എനിക്കിത് കിട്ടിയില്ലല്ലോ എന്ന ചിന്ത മതി അതൊരു ദോഷദൃഷ്ടിയായി മാറാൻ. ചാണക്യൻ പഠിപ്പിക്കുന്നത് പോലെ കത്തികൊണ്ട് ഏൽക്കുന്ന മുറിവിനേക്കാൾ ആഴത്തിൽ പതിക്കുന്നത് വിശ്വാസവഞ്ചനയുടെയും അസൂയയുടെയും നോട്ടങ്ങളാണ്. നിങ്ങളുടെ പ്ലാനുകൾ എല്ലാവരോടും പങ്കുവയ്ക്കാതിരിക്കുക. ആരെ വിശ്വസിക്കണം, ആരോട് എത്രമാത്രം സംസാരിക്കണം എന്നതിനെക്കുറിച്ച് അതീവ ജാഗ്രത പുലർത്തുക. നിങ്ങളുടെ ചുറ്റുമുള്ളവരുടെ കണ്ണുകളിലെ തിളക്കം സന്തോഷമാണോ അതോ അസൂയയാണോ എന്ന് തിരിച്ചറിയാനുള്ള വിവേകം നിങ്ങൾക്കുണ്ടാകണം. നിങ്ങളുടെ ചുറ്റുമുള്ള നെഗറ്റീവ് ഊർജ്ജങ്ങളെ തിരിച്ചറിയാനും വിവേകപൂർവ്വം മുന്നോട്ടു പോകാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ആ ആന്തരിക കാഴ്ചയ്ക്കായി ഇപ്പോൾ തന്നെ താഴെ കമന്റ് ബോക്സിൽ I am aware എന്ന് ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ ഈ അവബോധം നിങ്ങളെ ചതിക്കുഴികളിൽ നിന്നും കണ്ണീറിൽ നിന്നും സംരക്ഷിക്കും. ആചാര്യ ചാണക്യൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു ചെറിയ വിളക്കിന് വലിയൊരു ഇരുട്ടിനെ മായ്ക്കാൻ കഴിയും. ശത്രുക്കളുടെ കണ്ണേറോ അസൂയയോ നിങ്ങളെ ബാധിക്കണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ ആത്മബലം കുറവായിരിക്കണം. നിങ്ങൾ ഭയപ്പെടുമ്പോൾ അല്ലെങ്കിൽ മാനസികമായി തളരുമ്പോൾ മാത്രമാണ് മറ്റുള്ളവരുടെ നെഗറ്റീവ് ഊർജ്ജത്തിന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തുളച്ചു കയറാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ആത്മവിശ്വാസമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രതിരോധ കവചം. ചാണക്യൻ പഠിപ്പിക്കുന്നത് പോലെ സിംഹത്തിന്റെ പൗരുഷത്തിന് മുന്നിൽ കുറുനരികളുടെ കുതന്ത്രങ്ങൾ വിലപ്പോകില്ല. നിങ്ങൾ എത്രത്തോളം പോസിറ്റീവായി ചിന്തിക്കുകയും നിങ്ങളുടെ കർമ്മത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നുവോ അത്രത്തോളം ശക്തമായ ഒരു പ്രഭാവലയം നിങ്ങൾക്ക് ചുറ്റും രൂപപ്പെടും. ഈ ഊർജ്ജ കവചത്തെ തകർക്കാൻ ഒരു ദോഷദൃഷ്ടിക്കും കഴിയില്ല. മറ്റുള്ളവരുടെ നോട്ടത്തെ ഭയക്കുന്നതിന് പകരം നിങ്ങളുടെ ഉള്ളിലെ അഗ്നിയെ ജ്വലിപ്പിക്കുക. നിങ്ങൾ പ്രകാശമായി മാറുമ്പോൾ എല്ലാ നെഗറ്റീവ് തരംഗങ്ങളും അതിൽ തട്ടി ഭസ്മമാകും. നിങ്ങളുടെ ഉള്ളിലെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും എല്ലാവിധ ഭയങ്ങളിൽ നിന്നും മുക്തി നേടി മുന്നേറാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ആ ആന്തരിക കരുത്തിനായി ഇപ്പോൾ തന്നെ താഴെ കമന്റ് ബോക്സിൽ I am പവർഫുൾ എന്ന് ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ ഓരോ പോസിറ്റീവ് വാക്കുകളും നിങ്ങളുടെ വിജയത്തിന് സുരക്ഷയൊരുക്കും. ആചാര്യ ചാണക്യൻ വിശ്വസിച്ചിരുന്നത് ഒരു വ്യക്തിയുടെ വിജയത്തിൽ അയാൾ വസിക്കുന്ന ഇടത്തിന് വലിയ പങ്കുണ്ടെന്നാണ്. ശത്രുക്കളുടെ കണ്ണേറ് നിങ്ങളുടെ വീടിനെ ബാധിക്കാതിരിക്കാൻ പണ്ടുകാലം മുതലേ ചാണക്യതന്ത്രങ്ങളിൽ ചില ശുദ്ധീകരണ വിദ്യകൾ നിർദ്ദേശിക്കുന്നുണ്ട്. നിങ്ങളുടെ വീടിന്റെ പടിവാതിൽക്കൽ നെഗറ്റീവ് എനർജി തടയാൻ കഴിയുന്ന പ്രകൃതിദത്തമായ വസ്തുക്കൾ സ്ഥാപിക്കുന്നത് വെറുമൊരു വിശ്വാസമല്ല, അതൊരു തന്ത്രമാണ്. ചാണക്യനീതി പ്രകാരം അശുദ്ധി എവിടെയുണ്ടോ അവിടെ നെഗറ്റീവ് ചിന്തകൾ വേഗത്തിൽ ആകൃഷ്ടമാകും. നിങ്ങളുടെ വീടും പരിസരവും എപ്പോഴും വൃത്തിയായും പ്രകാശപൂർണമായും സൂക്ഷിക്കുക. സന്ധ്യാസമയത്ത് വീടിനുള്ളിൽ വിളക്ക് തെളിക്കുന്നതും സുഗന്ധദ്രവ്യങ്ങൾ പുകയ്ക്കുന്നതും അന്തരീക്ഷത്തിലെ നെഗറ്റീവ് തരംഗങ്ങളെ ഇല്ലാതാക്കുന്നു. മറ്റുള്ളവർ അസൂയയോടെ നിങ്ങളുടെ വീടിനെയോ ഐശ്വര്യത്തെയോ നോക്കുമ്പോൾ ആ നോട്ടത്തിലെ വിഷത്തെ ആഗിരണം ചെയ്യാൻ ഇത്തരം പോസിറ്റീവ് അന്തരീക്ഷത്തിന് സാധിക്കും. നിങ്ങളുടെ വീട് ഒരു കോട്ട പോലെ സുരക്ഷിതമാക്കാൻ ഭൗതികമായ സംരക്ഷണം മാത്രം പോരാ, ആത്മീയമായ ശുദ്ധിയും അനിവാര്യമാണ്. നിങ്ങളുടെ വീട്ടിലും കുടുംബത്തിലും എപ്പോഴും സമാധാനവും ഐശ്വര്യവും നിറയാനും എല്ലാവിധ ദോഷദൃഷ്ടികളിൽ നിന്നും സംരക്ഷിക്കപ്പെടാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ആ ഐശ്വര്യത്തിനായി ഇപ്പോൾ തന്നെ താഴെ കമന്റ് ബോക്സിൽ മൈ ഹോം ഇസ് ബ്ലെസ്ഡ് എന്ന് ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ ഓരോ പോസിറ്റീവ് പ്രാർത്ഥനയും നിങ്ങളുടെ വീടിന് കാവലാകും. ആചാര്യ ചാണക്യൻ എപ്പോഴും തന്റെ ശിഷ്യന്മാരോട് പറയുമായിരുന്നു, നിങ്ങളുടെ മനസ്സ് ഒരു തുറന്ന പുസ്തകമാകരുത്. ശത്രുക്കൾക്ക് നിങ്ങളെ ആക്രമിക്കാൻ നിങ്ങളുടെ ബലഹീനതകൾ അറിയണം, എന്നാൽ കണ്ണേറ് ബാധിക്കാൻ അവർക്ക് നിങ്ങളുടെ സന്തോഷത്തിന്റെ ഉറവിടം അറിയണം. നിങ്ങൾ എത്രത്തോളം സമ്പാദിക്കുന്നു, നിങ്ങളുടെ കുടുംബത്തിലെ സന്തോഷത്തിന്റെ രഹസ്യമെന്ത്, നിങ്ങളുടെ അടുത്ത നീക്കം എന്താണ് എന്നതിനെക്കുറിച്ച് ഒരു നിഗൂഢത നിലനിർത്തുക. മറ്റുള്ളവർക്ക് നിങ്ങളെക്കുറിച്ച് എല്ലാം അറിയാം എന്ന തോന്നൽ വരുമ്പോഴാണ് അവരുടെ നോട്ടം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആഴത്തിൽ പതിക്കുന്നത്. ചാണക്യനീതി പ്രകാരം പൂർണ്ണമായും വെളിപ്പെടുത്തപ്പെട്ട ഒരു നിധി എളുപ്പത്തിൽ മോഷ്ടിക്കപ്പെടും. നിങ്ങളുടെ സന്തോഷങ്ങളെ പ്രദർശിപ്പിക്കാതിരിക്കുക. നിങ്ങൾ എത്രത്തോളം സ്വകാര്യത സൂക്ഷിക്കുന്നുവോ അത്രത്തോളം സുരക്ഷിതനായിരിക്കും നിങ്ങൾ. മറ്റുള്ളവരുടെ അനാവശ്യമായ ആകാംക്ഷയും അസൂയയും ഒഴിവാക്കാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മറ സൃഷ്ടിക്കുക. ആ നിഗൂഢതയാണ് നിങ്ങളെയും നിങ്ങളുടെ വിജയങ്ങളെയും സംരക്ഷിക്കുന്ന ഏറ്റവും വലിയ കവചം. നിങ്ങളുടെ ജീവിതത്തിലെ വിജയങ്ങളും സന്തോഷങ്ങളും അതീവ സുരക്ഷിതമായിരിക്കാനും പ്രപഞ്ചത്തിന്റെ കാവൽ എപ്പോഴും നിങ്ങൾക്കുണ്ടാകാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ആ രഹസ്യ സ്വഭാവത്തിനും സുരക്ഷയ്ക്കുമായി ഇപ്പോൾ തന്നെ താഴെ കമന്റ് ബോക്സിൽ I am സെക്യൂർ എന്ന് ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ ഓരോ പോസിറ്റീവ് ചിന്തയും നിങ്ങളെ സംരക്ഷിക്കും. മറ്റൊരാൾ നിങ്ങളെ അസൂയയോടെയോ ദോഷദൃഷ്ടിയോടെയോ നോക്കുമ്പോൾ അതിനോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിലാണ് നിങ്ങളുടെ വിജയമിരിക്കുന്നത്. ആചാര്യ ചാണക്യൻ പറയുന്നു, വിഷം പുരട്ടിയ അമ്പിനെ ഭയപ്പെടേണ്ടതില്ല, അത് നിങ്ങളുടെ കവചത്തിൽ തട്ടിത്തെറിച്ചു പോകും. നിങ്ങൾ മറ്റൊരാളുടെ അസൂയയെക്കുറിച്ച് ഓർത്ത് ഭയപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ ആ നെഗറ്റീവ് ഊർജ്ജത്തെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്. മറ്റൊരാളുടെ നോട്ടം നിങ്ങളെ ബാധിക്കാതിരിക്കാൻ ചാണക്യൻ നിർദ്ദേശിക്കുന്ന ഒരു മനഃശാസ്ത്രപരമായ തന്ത്രമുണ്ട്. അവരെ പൂർണ്ണമായും അവഗണിക്കുക. നിങ്ങളുടെ മനസ്സ് ശാന്തമാണെങ്കിൽ അവർ പുറപ്പെടുവിക്കുന്ന ഏത് നെഗറ്റീവ് തരംഗങ്ങളും ഒരു കണ്ണാടിയിൽ തട്ടി പ്രതിഫലിക്കുന്നത് പോലെ അവരിലേക്ക് തന്നെ തിരിച്ചു പോകും.
ചാണക്യനീതി പ്രകാരം പ്രതികരണമില്ലാത്ത ശത്രുവിനെയാണ് ലോകം ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത്. നിങ്ങളെ തകർക്കാൻ നോട്ടങ്ങൾ എറിയുന്നവർക്ക് മുന്നിൽ തളരാതെ കൂടുതൽ കരുത്തോടെ പുഞ്ചിരിക്കുക. ആ പുഞ്ചിരിയാണ് അവരുടെ അസൂയയ്ക്കുള്ള ഏറ്റവും വലിയ ശിക്ഷയും നിങ്ങളുടെ വിജയത്തിനുള്ള ഏറ്റവും വലിയ പ്രതിരോധവും. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ നെഗറ്റീവ് ഊർജങ്ങളെയും ആത്മവിശ്വാസം കൊണ്ട് തകർക്കാനും ഒരു യഥാർത്ഥ വിജയിയായി മുന്നേറാനും നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ ആ വിജയമന്ത്രത്തിനായി ഇപ്പോൾ തന്നെ താഴെ കമന്റ് ബോക്സിൽ IAM അൺബീറ്റബിൾ എന്ന് ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ ഈ പോസിറ്റീവ് എനർജി ഒരു വജ്രകവചം പോലെ നിങ്ങളെ കാത്തുരക്ഷിക്കും. ആചാര്യ ചാണക്യൻ വിശ്വസിച്ചിരുന്നത് പ്രകൃതിയിൽ തന്നെ എല്ലാ തിന്മകൾക്കുമുള്ള പ്രതിവിധിയുണ്ടെന്നാണ്. ശത്രുക്കളുടെ കണ്ണേറ് നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ബാധിക്കാതിരിക്കാൻ പണ്ടുകാലം മുതലേ ആചാര്യന്മാർ നിർദ്ദേശിക്കുന്ന ഒന്നാണ് കറുത്ത നിറത്തിന്റെ പ്രയോഗം. കറുത്ത നിറത്തിന് നെഗറ്റീവ് ഊർജത്തെ ആഗിരണം ചെയ്യാനുള്ള പ്രത്യേക കഴിവുണ്ടെന്ന് ചാണക്യൻ നിരീക്ഷിച്ചിട്ടുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന കറുത്ത ചരടോ അല്ലെങ്കിൽ ഒരു ചെറിയ കറുത്ത തിലകമോ വെറുമൊരു അടയാളമല്ല. അത് നിങ്ങളിലേക്ക് വരുന്ന ദോഷദൃഷ്ടികളെ വഴിതിരിച്ചുവിടാനുള്ള ഒരു തന്ത്രമാണ്. ചാണക്യനീതി പ്രകാരം ശത്രുവിന്റെ നോട്ടം നിങ്ങളുടെ ലക്ഷ്യത്തിൽ പതിക്കുന്നതിന് മുൻപ് അത് തടയപ്പെടണം. ഇത്തരം പ്രകൃതിദത്തമായ അടയാളങ്ങൾ ഒരു ഫിൽട്ടർ പോലെ പ്രവർത്തിക്കുകയും നിങ്ങളിലേക്ക് എത്തുന്ന നെഗറ്റീവ് തരംഗങ്ങളുടെ തീവ്രത കുറയ്ക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ ആത്മബലത്തിനൊപ്പം ഇത്തരം ലളിതമായ പ്രകൃതിദത്ത രീതികൾ കൂടി പിന്തുടരുന്നത് വഴി ഒരു കോട്ടയ്ക്കുള്ളിൽ എന്ന പോലെ നിങ്ങൾക്ക് സുരക്ഷിതനായിരിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ തടസ്സങ്ങളും മാറി പ്രപഞ്ചത്തിന്റെ കാവൽ എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ആ ദിവ്യമായ സംരക്ഷണത്തിനായി ഇപ്പോൾ തന്നെ താഴെ കമന്റ് ബോക്സിൽ IAM സേഫ് എന്ന് ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ ഓരോ പോസിറ്റീവ് വാക്കുകളും നിങ്ങളുടെ വിജയത്തിന് കാവലാകും. ആചാര്യ ചാണക്യൻ എപ്പോഴും വിശ്വസിച്ചിരുന്നത് വാക്കുകൾക്ക് പ്രപഞ്ചത്തെ മാറ്റാനുള്ള കഴിവുണ്ടെന്നാണ്. ശത്രുക്കളുടെ കണ്ണേറോ അസൂയ നിറഞ്ഞ നോട്ടമോ നിങ്ങളെ ബാധിക്കാതിരിക്കാൻ നിങ്ങളുടെ ഉള്ളിൽ ഒരു മന്ത്രധ്വനി എപ്പോഴും മുഴങ്ങിക്കൊണ്ടിരിക്കണം. ഇത് ഏതെങ്കിലും പ്രത്യേക മതവിഭാഗത്തിന്റേതാകണമെന്നില്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിലെ പോസിറ്റീവ് ഊർജത്തെ ഉണർത്തുന്നതാകണം. ചാണക്യനീതി പ്രകാരം ശുദ്ധമായ വാക്കുകൾ അശുദ്ധമായ നോട്ടങ്ങളെ ഭസ്മമാക്കുന്നു. ദിവസവും രാവിലെയും വൈകുന്നേരവും നിങ്ങൾ ചൊല്ലുന്ന പ്രാർത്ഥനകളോ അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിനോട് പറയുന്ന പോസിറ്റീവ് വാക്കുകളോ അഫർമേഷൻസ് നിങ്ങളുടെ ചുറ്റും ഒരു വജ്രകവചം തീർക്കും. കണ്ണേറ് എന്നത് ഒരു തരംഗമാണെങ്കിൽ മന്ത്രങ്ങൾ അതിനെ തകർക്കുന്ന മറ്റൊരു ശക്തമായ തരംഗമാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ട ദൈവത്തിന്റെയോ അല്ലെങ്കിൽ ഗുരുവിന്റെയോ നാമം ജപിക്കുന്നത് വഴി നിങ്ങളുടെ പ്രഭാവലയം അത്രമേൽ ശക്തമാകും. ചാണക്യൻ പഠിപ്പിക്കുന്നത് പോലെ ദൈവികമായ ഊർജം കൂടെയുള്ളവനെ ലോകത്തിലെ ഏതു വലിയ ശത്രുവിനും തോൽപ്പിക്കാൻ കഴിയില്ല. ആ വിശ്വാസം നിങ്ങളുടെ കൂടെയുണ്ടെങ്കിൽ ഒരു ദോഷദൃഷ്ടിക്കും നിങ്ങളെ സ്പർശിക്കാൻ കഴിയില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവികമായ സംരക്ഷണവും എപ്പോഴും പോസിറ്റീവ് എനർജിയും നിറയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ആ വലിയ ശക്തിക്കായി ഇപ്പോൾ തന്നെ താഴെ കമന്റ് ബോക്സിൽ IAM ഡിവൈൻ എന്ന് ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ ഈ വിശ്വാസം നിങ്ങളെ എല്ലാ തിന്മകളിൽ നിന്നും സംരക്ഷിക്കും. സുഹൃത്തുക്കളെ, ആചാര്യ ചാണക്യൻ പഠിപ്പിക്കുന്നത് പോലെ ശത്രുവിന്റെ ആയുധത്തെക്കാൾ ഭയപ്പെടേണ്ടത് അസൂയയുള്ളവന്റെ നോട്ടത്തെയാണ്. ഇന്ന് നാം ചർച്ച ചെയ്ത ഈ രഹസ്യങ്ങൾ നിങ്ങളുടെ മൗനം മുതൽ ആത്മബലം വരെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ നെഗറ്റീവ് ഊർജങ്ങളെയും ഭസ്മമാക്കാൻ സഹായിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങളുടെ തകർച്ച ആഗ്രഹിക്കുന്നവർക്ക് മുന്നിൽ തളരാതെ ഒരു ചാണക്യ ശിഷ്യനായി തല ഉയർത്തിപ്പിടിച്ച് മുന്നേറുക. നിങ്ങളുടെയും കുടുംബത്തിന്റെയും സംരക്ഷണത്തിനും ജീവിതത്തിൽ വിജയവും ഐശ്വര്യവും കൈവരിക്കാൻ സഹായിക്കുന്ന ഇതുപോലുള്ള ചാണക്യ തന്ത്രങ്ങളും പോസിറ്റീവ് അറിവുകളും ഇനിയും നിങ്ങളിലേക്ക് എത്തുന്നതിനായി ചാണക്യ മലയാളം ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓരോ വീഡിയോയും കൃത്യസമയത്ത് നിങ്ങളിലേക്ക് എത്താൻ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഓരോ സപ്പോർട്ടും ഈ അറിവുകൾ ലോകമെമ്പാടുമുള്ള മലയാളികളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് കരുത്തേകും. ഓർക്കുക, നിങ്ങളുടെ പോസിറ്റീവ് ചിന്തകളാണ് നിങ്ങളുടെ ഏറ്റവും വലിയ കാവൽ. എല്ലാവർക്കും പ്രപഞ്ചത്തിന്റെ അനുഗ്രഹമുണ്ടാകട്ടെ. മറ്റൊരു ശക്തമായ ചാണക്യ തന്ത്രവുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.